യേശുനാഥൻ പത്രോസിന് അജപാലന ദൗത്യ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ വചന വിചിന്തനത്തിന് ആധാരമായി നിലകൊള്ളുന്നത്. തിബേരിയസ് കടപ്പുറത്ത് പ്രാർത്ഥനയ്ക്ക് ശേഷം കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് 3 പ്രാവശ്യം മറ്റുള്ളവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അജപാലന ശുശ്രൂഷ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. ഈ വചനഭാഗം മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ 18-ാം വാക്യവുമായി ഒത്തുചേർത്ത് നാം മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ കർത്താവ് പത്രോസിനെ താൻ പ്രഖ്യാപിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പത്രോസാകുന്ന അടിസ്ഥാനത്തിൽ സഭയെ പണിതുയർത്തുമെന്നും പണിതുയർത്തപ്പെടുന്ന ആ സഭയുടെ താക്കോലുകൾ അദ്ദേഹത്തെ പരമേൽപ്പിച്ചുകൊണ്ട് അധികാരം ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നാം കാണുന്നത്. അവിടെ പത്രോസിന് സഭയുടെ അധികാരം കൈമാറ്റം ചെയ്യുന്ന ദൗത്യമാണ് നാം കാണുന്നതെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം തികച്ചും അതിൻ്റെ പ്രാവർത്തികമായ പദത്തിലേക്കുള്ള സൂചനയാണ് കാണുന്നത്. ഇവിടെ അജപാലന ശുശ്രൂഷയുടെ ദൗത്യത്തെക്കുറിച്ചാണ് യേശുനാഥൻ പത്രോസിനെ ഉത്തരവാദിത്തമേൽപ്പിച്ചുകൊണ്ട് പറയുന്നത്. 3 പ്രാവശ്യമാണ് യേശുനാഥൻ പത്രോസിനോട് നീ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നത്. ഈ 3 പ്രാവശ്യവും യേശു ചോദിക്കുമ്പോൾ ഈ സ്നേഹത്തിന് വ്യത്യസ്തമായ അർത്ഥവ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകുവാൻ കഴിയും. ഒന്നാമതായി യേശുനാഥൻ പത്രോസിനോട് ചോദിക്കുന്നത് നീ എന്നെ പ്രണയിക്കുന്നുവോ എന്നാണ്. സ്നേഹത്തിന് പ്രണയം എന്ന അർത്ഥം കൂടെ ഉണ്ടല്ലോ. പ്രണയം എന്നത്, പ്രണയിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടുക, നയിക്കപ്പെടുക എന്നൊക്കെ ഒരു അർത്ഥതലം അതിനുണ്ട്. സൗന്ദര്യം നാം കാണുമ്പോൾ ആ സൗന്ദര്യത്തിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ നയിക്കപ്പെടുന്നതാണ് പ്രണയം. ഏതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സൗന്ദര്യമായി ഞാൻ കാണുന്നത്, ആ വസ്തുതയിലേക്ക് ഞാൻ എന്നെ തന്നെ നയിക്കുന്ന ആ പ്രക്രിയയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശുനാഥൻ പത്രോസിനോട് ചോദിക്കുന്നത് തന്നെയാണ്. മറ്റുള്ളവരെക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ, നീ നിന്റെ ജീവിതത്തിൽ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായി എന്നെ കാണുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും പ്രതിഫലിക്കപ്പെടുന്നത് യേശുവാകുന്ന ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ രൂപത്തിലാണ്. ആ രൂപത്തിൽ പ്രതിഫലിക്കപ്പെടുന്ന സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെടുന്ന രീതിയിലാണോ നിന്റെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളും കർമ്മരംഗങ്ങളും ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അജപാലന ശുശ്രൂഷ കൈയാളുമ്പോൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ചിന്ത ഇത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി ഞാൻ കാണുന്നത് സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയുടെ കേന്ദ്രമായ യേശുവിനെയും അവിടത്തെ കണ്ടുകൊണ്ട് അതിലേക്ക് നിരന്തരം നയിക്കപ്പെടുന്ന ഒരു പ്രക്രിയയുമാണ്. ആ സ്നേഹത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു പ്രക്രിയ സൗന്ദര്യത്തിലേക്കുള്ള ആകർഷണമായി, ആ ആകർഷിക്കപ്പെടുന്ന വസ്തുത പ്രവർത്തന നിരതമാകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യപ്പെടുക എന്നുള്ളതാണ് ചോദ്യത്തിന് ആധാരം. നീ നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവായി എന്നെ കണ്ടുകൊണ്ട്, ശ്രേഷ്ഠമായ വസ്തുത എൻ്റെ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വസ്തുതയിലേക്ക് നിന്റെ ജീവിതത്തെ നിരന്തരം നയിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമാണോ എന്നതാണ് യേശുവിൻ്റെ ചോദ്യം. ഈ രീതിയിൽ അജപാലന ശുശ്രൂഷ കൈയാളുവാൻ പര്യാപ്തമാകുന്ന രീതിയിൽ നിരന്തരം എന്നെ നിന്റെ ജീവിതത്തിൻ്റെ സൗന്ദര്യ കേന്ദ്രമായി കണ്ടുകൊണ്ട് അതിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിട്ട് മാറണമെന്നും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ശുശ്രൂഷകളായിരിക്കണം ഉണ്ടാകേണ്ടതുമെന്നുള്ളതാണ് ഇതിൻ്റെ ധ്വനിയായി നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി യേശുനാഥൻ ചോദിക്കുന്ന സ്നേഹത്തിന് അഗാപ്പെ എന്ന അർത്ഥത്തിൽ നമുക്ക് കൽപ്പിക്കാമെന്ന് തോന്നുന്നു. ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ദൈവം സ്നേഹമാകുന്നു എന്നതിൻ്റെ പ്രഥമ ചാക്രിക ലേഖനത്തിലാണല്ലോ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിരുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന യഥാർത്ഥ സ്നേഹത്തിൻ്റെ അർത്ഥതലമെന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവരന് വേണ്ടി സ്വയം നൽകുന്ന ഒരു പ്രക്രിയയാണ്. അവരൻ്റെ ശ്രേയസ്സിനു വേണ്ടി സ്വയം നൽകുന്ന പ്രക്രിയയാണ് സ്നേഹമെങ്കിൽ, ആ സ്നേഹത്തെ പ്രതി സ്വയം സമർപ്പിക്കപ്പെടുന്ന ഒരു സാധ്യതയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം അപ്രകാരം പൂർണ്ണമായും മനുഷ്യകുലത്തോടുള്ള സ്നേഹമായി മാറിയത് തന്നെ പൂർണ്ണമായും മനുഷ്യന് വേണ്ടി സമർപ്പിച്ചപ്പോഴാണ്. ഓരോ ശുശ്രൂഷയിലും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ മനോഭാവം എന്നത് സ്നേഹസമർപ്പണമായിരിക്കണം. അവരുടെ ശ്രേയസ്സിന് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരെ ഉയർത്തുവാനും ദൈവോന്മുഖരാക്കി മാറ്റുവാനുമായി ഓരോ ശുശ്രൂഷകരും തന്നെ സമർപ്പിക്കുമ്പോഴാണ് ഇവിടെ സ്നേഹം അന്വർത്ഥമാകുന്നത്.
പത്രോസിനോട് യേശു ചോദിക്കുന്നത് തന്നെയാണ്. നിനക്ക് എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്നെ തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം എന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുവാനും സമർപ്പിക്കുവാനും ആ സമർപ്പണം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുവാനും കഴിയുന്ന രീതിയിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണമാക്കി മാറ്റുവാനും കഴിയുമോ എന്നുള്ളതാണ്. പത്രോസ് ആ ചോദ്യത്തിന് മുമ്പിൽ പതർന്നുവെങ്കിൽ തന്നെയും തൻ്റെ മറുപടിയിൽ താൻ തയ്യാറാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള ഉത്തരമാണ് നൽകുന്നത്. അങ്ങനെ യേശു രണ്ടാമതായിട്ട് പത്രോസിനോട് ചോദിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് അദ്ദേഹത്തെ വിളിക്കുകയും ആ പൂർണ്ണമായ സമർപ്പണത്തിലൂടെ സ്നേഹ ശുശ്രൂഷയായി തൻ്റെ അജപാന ശുശ്രൂഷയെ മാറ്റുവാൻ വേണ്ടി യേശു ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഭാഗമാണ് രണ്ടാമത്തെ ചോദ്യത്തിന് അർത്ഥമായി നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് യേശുനാഥൻ വീണ്ടും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ വൈകാരികമായ ഒരു സ്നേഹതലമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. സ്നേഹം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലാറ്റോണിക് ലവ് എന്നതിനേക്കാൾ ഉപരിയായി വൈകാരികമായ അനുഭവവേദ്യമാകേണ്ട ഒരു സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നത് സ്നേഹത്തിൻ്റെ യഥാർത്ഥ മേഖലയിൽ ഈറോ സ്നേഹവും അഗാപ്പ സ്നേഹവും ഒരുമിച്ച് വരണമെന്ന്. അഗാപ്പയാകുന്ന സ്നേഹവും ഇറോസ് ആകുന്ന സ്നേഹവും പരസ്പരം ഇഴുകിച്ചേർന്നുകൊണ്ട് അത് സമ്പൂർണമായ വ്യക്തിയിൽ നിറയുമ്പോൾ അതൊരു വൈകാരികമായ ഭാവം കൂടെ കൈവരുന്നതിന് കാരണമായിട്ട് മാറും. ഓരോ സ്നേഹപ്രവൃത്തിയും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലെയും ചലിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നതായിട്ട് മാറണം. യേശുവിൻ്റെ സ്നേഹം വെറും അബ്സ്ട്രാക്റ്റായിട്ട് നിലകൊള്ളാതെ അത് ഓരോ വ്യക്തിയും നിരന്തര ജീവിതത്തിൽ സ്പർശിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമാക്കി മാറ്റുക. ആ അർത്ഥത്തിൽ യേശു പത്രോസിനോട് ചോദിക്കുന്നത് വൈകാരികമായി കൂടെ ഒരു സ്നേഹാനുഭവം എന്നിൽ നിന്ന് നിനക്ക് അനുഭവിക്കാൻ കഴിയുമോ? ഞാനാകുന്ന മനുഷ്യ രൂപത്തിൽ നിന്ന് എന്നിൽ അന്തർലീനമായിരിക്കുന്ന ദൈവഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിലൂടെ യഥാർത്ഥ സ്നേഹത്തിൻ്റെ വൈകാരിക ഭാവം ഉൾക്കൊള്ളുവാനും ആ വൈകാരികമായ ഭാവം സ്നേഹത്തിൻ്റെ വിവിധ ശുശ്രൂഷകളിൽ വ്യാപിപ്പിക്കുവാനും കഴിയുന്ന രീതിയിൽ ഒരു അജപാന ശുശ്രൂഷ നടത്തുവാൻ തയ്യാറാണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യത്തിന് ആധാരമായി നിലകൊള്ളുന്നത്. യേശുക്രിസ്തു ഈ അജപാന ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിന് മുൻപായി ചോദ്യം ചോദിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പാക്കിയതിനു ശേഷം യേശു പത്രോസിനോട് പറയുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. 3 പ്രാവശ്യമാണ് മേയ്ക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. പല രീതിയിലും അത് നമുക്ക് വ്യാഖ്യാനിക്കാമെങ്കിലും 3 തരത്തിൽ അത് നമുക്ക് ആഴമായി മനസ്സിലാക്കുവാൻ കഴിയും. ഒന്നാമത്തെ മേയ്ക്കൽ പ്രക്രിയയിൽ ഒരു അജപാലകൻ തൻ്റെ ആടുകളെ പൂർണ്ണമായും അറിയണം എന്നുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ഇടയൻ തൻ്റെ ആടുകളെ മേയ്ക്കുവാൻ കഴിയുന്ന രീതിയിൽ ശരിയായ പുൽപ്പുറങ്ങളും മെച്ചമായ നീർച്ചാലുകളും വ്യക്തമായി എവിടെയുണ്ടെന്നും അത് എങ്ങനെ ആടുകളെ പരിപോഷിപ്പിക്കുമെന്നും മനസ്സിലാക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ കാര്യങ്ങൾ അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം ഇടയനായിരിക്കുവാൻ സാധ്യതയില്ല. നല്ല ഇടയനാകണമെങ്കിൽ ആടുകൾക്ക് എവിടെ നല്ല നീർച്ചാലുകൾ കണ്ടെത്തുവാൻ കഴിയുമെന്നും എവിടെ നല്ല പുൽപ്പുറങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമെന്നും അറിയുവാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെ പൂർണ്ണമായും അറിവുള്ള വ്യക്തിക്ക് മാത്രമേ നല്ലൊരു അജപാന ശുശ്രൂഷ നിർവഹണത്തിന് സാധ്യമാകൂ എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. രണ്ടാമത് വീണ്ടും യേശു നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ അവിടെ നയിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു അജപാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആടുകളെ ശരിയായ ദിശയിലേക്ക് നയിക്കേണ്ടതുണ്ട്. എവിടെയാണ് പച്ചയായ പുൽപ്പുറങ്ങളെന്നും എവിടെയാണ് നല്ല നീർച്ചാലുകളെന്നും അറിയുന്ന വ്യക്തി അവിടേക്ക് നയിക്കുവാൻ തക്ക രീതിയിൽ പര്യാപ്തമായിരിക്കും. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുണ്ടായിരിക്കണം. അതിന് ആവശ്യമായ കരുതലും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും സാധ്യതകളും ആ രീതിയിൽ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം യഥാർത്ഥ അജപാൻ എന്നുള്ള ധ്വനിയാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. ഒരു അജപാനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ശരിയായ നീരുറവയെന്നും എവിടെയാണ് പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളെന്നും അറിയുന്നത് മാത്രം പോരാ, അവിടേക്ക് എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ആടുകളെ കൊണ്ടുപോകുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം. മൂന്നാമത് വീണ്ടും യേശുനാഥൻ പറയുന്നത് മേയ്ക്കുക എന്ന് പറയുമ്പോൾ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലും കൂടെ അവിടെയുണ്ട്. ആടുകളെ മേച്ചിൽപ്പുറത്ത് വിട്ടതിന് ശേഷം ഇടയന് തോന്നുന്ന രീതിയിൽ ഉല്ലസിക്കുവാനോ താല്പര്യമനുസരിച്ച് യാത്ര ചെയ്യുവാനോ സാധിക്കുകയില്ല. കൂടെ ആയിരുന്നുകൊണ്ട് എല്ലാ മേഖലകളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഇടയനുണ്ട്. ഇടയനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് ഈ ആടുകൾ ചെന്ന് വീഴുമ്പോൾ അത്തരത്തിലുള്ള ആ അപകട സാധ്യതകളെയും ആടുകളെ പിടിച്ചുകൊണ്ടുപോകുന്ന വന്യമൃഗങ്ങളെയും മനസ്സിലാക്കി അവയിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം അടങ്ങിയിരിക്കുന്ന സാരം. ഒരു ഇടയൻ യഥാർത്ഥ അജപാലനാകുന്നത്
ആ അജപാലന് ഭരമേൽപ്പിക്കപ്പെടുന്ന ഇടയന്മാരെ ശരിയായ രീതിയിൽ നയിക്കുകയും നയിച്ചുകൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള മൂന്നാമത്തെ ഉത്തരവാദിത്വം കൂടെ അടങ്ങിയിരിക്കുന്നു സാരം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ അജപാലകൻ യഥാർത്ഥ സ്നേഹത്തിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെടുന്നവനും ആകർഷിക്കപ്പെടുന്ന സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരം യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ആ അനുഭവം വൈകാരികമായ അനുഭവമാക്കി മാറ്റി മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ അനുഭവം പകർന്നു കൊടുക്കുന്നവനുമാകണമെന്നുള്ളതാണ്. അങ്ങനെ കഴിയുമ്പോൾ അവൻ്റെ അജപാലന ശുശ്രൂഷ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും. ആ ഒരു ഉത്തരവാദിത്തമാണ് പത്രോസിനെ കർത്താവായ യേശു ക്രിസ്തു ഫലമേൽപ്പിക്കുന്നത്. ഈ അജപാലന ശുശ്രൂഷ ദൗത്യമാണ് ഓരോ അജപാലകരും സഭയിൽ നിറവേറ്റുന്നത്.